എന്നോട് കേട്ട ആ പഥ്യവചനം നീ എന്ത് ചെയ്യണം? പിന്നെ അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ എന്നിൽ നിന്ന് എന്ത് ചെയ്തു? പഥ്യവചനത്തിൽ നിൽക്കുമ്പോഴുള്ളൊരു കുഴപ്പമാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ട് എന്ത് ചെയ്തു? പോയി കളഞ്ഞു. എന്തുവാ ശരിക്കും ഇവിടെ സംഭവിച്ചത്? എന്തുവാ? തിമോത്തിയോസിനോട് പറയുമ്പോൾ നിന്നെ വിളിച്ച വിളിയുണ്ട്. നമ്മൾ ഈ 1 തിമോത്തിയോസ് മുഴുവൻ നമ്മൾ വായിച്ചില്ലേ? സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു യുവർ കോളിംഗ്. നിന്നെ വിളിച്ച ഒരു വിളിയുണ്ട്. ആ വിളി അനുസരിച്ച് നിൽക്കണം. ആ വിളി അനുസരിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ്, ആ വിളി അനുസരിച്ച് നിൽക്കാൻ പറ്റാത്തവർ, ചേർന്ന് നിൽക്കാൻ പറ്റാത്തവർ ആരും നമ്മളെ എൻകറേജ് ചെയ്യത്തില്ല. ആസിയ മൈനർ എന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ തുർക്കി, അല്ലെങ്കിൽ തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ ഉൾക്കടലിൻ്റെ ചുറ്റിനും കിടക്കുന്ന പോർട്ട് രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, നമ്മൾ വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ കാണുന്ന 7 സഭകൾ, അല്ലാതെ തന്നെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന സഭകൾ, ആ സഭകളെല്ലാം എത്ര നന്നായിട്ട് നിന്ന സഭകളാണെന്നറിയാം. അവരുടെയൊക്കെ ആദ്യ സ്നേഹത്തെപ്പറ്റി പറയുന്നു. പക്ഷെ ആ സഭകൾ വളർന്നപ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം, നിങ്ങൾ ശരിക്കും കർത്താവിനോട് നിന്നില്ലേ, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആ ലാമ്പ് സ്റ്റാൻഡ്, ആ വിളക്ക്, ആ സ്റ്റാൻഡിൽ നിന്ന് അനേകർക്ക് പ്രകാശം പകരേണ്ടതിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? മാറ്റിക്കളയും. നീ പിന്നെ ആർക്കും വെളിച്ചം കാണിക്കത്തില്ല, നീ ആർക്കും ഒരു എൻകറേജ്മെൻറ്റ്, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? മാറ്റിക്കളയും. കൊരിന്ത്യൻ സഭ വളരെ ശക്തമായി നിന്ന സഭ. അവിടെ ആൾക്കാർ കൂടി, ആൾക്കാർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തുണ്ടാവും? ആ ഓഫറിങ്സ് കൂടും. വലിയ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, പല വിഷയത്തിന് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പല ടൈപ്പ് ആൾക്കാർ വരും. അവരുടെ പാപം മറയ്ക്കാൻ വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? അവരുടെ കുറവുകൾ വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി ദൈവദാസനെ സഭയ്ക്കൊക്കെ കൂടുതലങ്ങ് കൊടുത്തുനിന്ന് വയ്ക്കും. അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ദൈവദാസന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അവിടെയൊക്കെ ആ കൊരിന്ത്യ സഭയിലെ ദൈവദാസൻ്റെ വായ എന്ത് ചെയ്തു? അടഞ്ഞുപോയി. ഞാൻ ഇനി എന്തെങ്കിലും അവരുടെ കുറവ് വെളിപ്പെടുത്തിയിട്ട് വേണം അവർ സഭ വിട്ടു പോകാൻ എന്ന് വിചാരിച്ചോ. അവിടെ അവസാനം സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെക്കുന്നവനും, അതുപോലെ തന്നെ ജാതികൾ കേട്ടാൽ ഞെട്ട് നിറയ്ക്കുന്ന പാപവുമൊക്കെ ഉണ്ട് കൊരിന്ത്യർ. ആളിനൊരു കുറവില്ല, പണത്തിനൊരു കുറവില്ല. സഭ വളർന്നപ്പോഴുണ്ടായിരുന്ന 2 കാര്യമാണ് നമ്മൾ ഈ ലേഖനങ്ങളെല്ലാം കാണുന്നത്. ഒന്ന് ദുരുപദേശം, 2ാമത് പാപം. ആ പാപത്തിലെല്ലാം നമ്മൾ തെസ്സലോനിക്കയിലെഴുത്തും കൊരിന്ത്യയിലെഴുത്തും ഒക്കെ നമ്മൾ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ അല്പം പുളിപ്പ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വസിക്കാതാം. ഓരോ വിഷയത്തിന് കറക്ഷൻ നടക്കുമ്പോൾ, ക്രമീകരണം പ്രാപിക്കേണ്ട ഏരിയയിൽ ക്രമീകരണം പ്രാപിക്കുമ്പോൾ, ആൾ ചിലപ്പം കൂടുതലുണ്ടായില്ലെങ്കിലും ആര് നമ്മുടെ മധ്യത്തിൽ കാണും? കർത്താവ്, പരിശുദ്ധനായ ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവരുടെ മധ്യത്തിൽ മാത്രമേ ഇറങ്ങി വരത്തുള്ളൂ. എല്ലാ പെന്തിക്കോസ്ത് സഭയിലും ഇറങ്ങി വരത്തില്ല, എല്ലാ ആൾക്കൂട്ടത്തിലും ഇറങ്ങി വരത്തില്ല, എല്ലാ സഭാകൂട്ടത്തിലും ഇറങ്ങി വരത്തില്ല. വിശുദ്ധിയിൽ വസിക്കുന്നവരുടെ മധ്യത്തിൽ മാത്രമേ പരിശുദ്ധരെ, പഴയ നിയമത്തിൽ എങ്ങനെയാ? അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം ഇറങ്ങി വരുന്ന അതേ കർത്താവ് വിശുദ്ധിയിൽ താൻ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. താൻ ഇന്നും നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരണമെങ്കിൽ പഴയ നിയമകാലത്ത് അതിപരിശുദ്ധ സ്ഥലം എങ്ങനെ കാത്തു സൂക്ഷിച്ചോ അതുപോലെ വിശുദ്ധിയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും, നമ്മുടെ കുടുംബ ജീവിതവും, നമ്മുടെ സഭയും, ഹല്ലേലൂയ, നമ്മുടെ കൂട്ടായ്മ അല്ലെ ആത്മീയ കുടുംബവും നമ്മളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടു, വിളിയാണ്. നിൻ്റെ വിളി ഞാൻ പറഞ്ഞല്ലോ. തിമോത്തിയോസ്, ഇവിടെ നമ്മൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ, 2-ാം അധ്യായം തുടങ്ങുമ്പോഴും കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ തിമോത്തിയോസിനോട് സംസാരിക്കുക. തിമോത്തിയോസും പൗലോസും ഒത്തിരി വിഷയങ്ങൾ കൂടെ കടന്നുപോയി. ആ വിഷയങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ചാലഞ്ചസ്, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഒത്തിരി പ്രോബ്ലംസ്, ഒത്തിരി ചാലഞ്ചസിൽ കൂടെ കടന്നു പോകും. പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കടന്നുപോയ ചാലഞ്ചസിൽ ആൾക്കാർ കൂടെ നിൽക്കും. 2 സഹോദരന്മാരുടെ പേര് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അവരെങ്കിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. അവരോട് എന്ത് ചെയ്തു? അവസാനം ഒനേസിഫോറസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മാത്രം, ഹി റിഫ്രഷ്ഡ് മീ. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തുവാൻ? നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ലൊരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ആ ചൂടത്തുണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, യു ഗെറ്റ് റിഫ്രഷ്ഡ്. നമ്മുടെ ക്ഷീണമെല്ലാം എവിടെ പോയെന്ന് അറിയത്തില്ല.
ബലം പ്രാപിക്കും, ചൂടിൻ്റെ മധ്യത്തിൽ തണുപ്പ് പ്രാപിക്കും, ഇല്ലേ? ഈ കഷ്ടതയുടെ മധ്യത്തിൽ തിമോത്തിയോസും പൗലോസും കടന്നുപോയ കഷ്ടതയുടെ മധ്യത്തിൽ അവരെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ, ദൈവദാസന്മാരെ പോരിൽ മുൻപിൽ നിൽക്കുന്നവരെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ചില അഭിഷേകമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ ചുരുക്കമേ ഉള്ളൂ. മറ്റോടൊക്കെ നിൽക്കും എന്ന് വിചാരിച്ചവർ, ശക്തരാന്ന് വിചാരിച്ചവർ, ഭയങ്കര ബലമുണ്ടെന്ന് വിചാരിച്ചപ്പോൾ, കാഴ്ചപ്പാടുണ്ട് എന്ന് വിചാരിച്ചവരൊക്കെ കടന്നുപോയി. എത്ര വേദനയായില്ലേ? നിൽക്കും എന്ന് അവർക്ക് വേണ്ടിയായി ജീവൻ കൊടുത്ത് പൗലോസും തിമോത്തിയോസും ഒക്കെ നിൽക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അവർ കടന്നു പോയപ്പം പൗലോസ് തകർന്നു പോയി. പക്ഷേ ക്ഷീണിച്ച് പോകുമ്പോഴും താൻ ഒന്നാമത് ചങ്ങലയിലാണ്, ജയിലിലാണ്. അവസാനത്തെ അതുപോലെ തൻ്റെ ഈ മരണം ഉണ്ടല്ലോ, ഒരു ഭീഷണി എന്ന് വെച്ചാൽ സാത്താൻ, നീ ഇനി അടിയൻ ശുശ്രൂഷിക്കത്തില്ലടാ, തീർന്നടാ നിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തു. അവസാനത്തെ സമയവുമാണ്, തൻ്റെ 30 വർഷം വിശ്വസ്തയോട് ശുശ്രൂഷ ചെയ്തു, അവസാനത്തെ സമയവുമാണ്. അങ്ങനെ ഭീഷണി സാത്താൻ ഒരു സ്ഥലത്തോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരോട് ഇങ്ങനെ പോകുമ്പോൾ എത്ര വിഷമമുള്ള, അതിൻ്റെ മധ്യത്തിൽ ഒരു ഒനേസിഫോറോസിനെ നമ്മൾ കാണുന്നു. ഇവിടെ എല്ലാം തിമോത്തിയോസ് പറഞ്ഞു, സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു യുവർ കോളിംഗ്. നിൻ്റെ വിളി, കഴിഞ്ഞ ആഴ്ച നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ, കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ ചിന്തിച്ച നിൻ്റെ വിളി അതൊരു വിശുദ്ധ വിളിയാണ്. ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ്. ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അതൊരു ഉന്നത വിളിയാണ്. നിൻ്റെ വിളി അനുസരിച്ച് പഴയ നിയമഭക്തരെയും പുതിയ നിയമഭക്തരെയും, ദാവീദാണെങ്കിലും യോസെഫ് ആണെങ്കിലും പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ദൈവദാസന്മാർ ഓരോരുത്തരും അവരുടെ വിളി അനുസരിച്ച് ആരാ പോകേണ്ടത്? ഞാൻ പോകണം. എന്നെ വിളിച്ച വിളി അനുസരിച്ച് ഞാൻ ട്രാവൽ ചെയ്യണം അതിൻ്റെ അടുത്തോട്ട്. അതനുസരിച്ച് ഞാൻ മുൻപോട്ട് തീരുമാനമെടുക്കണം. ആരും എൻകറേജ് ചെയ്യത്തില്ല, എല്ലാവരും എന്നെ എന്തുമാത്രമേ ചെയ്യത്തുള്ളൂ. യോസെഫിന് സ്വന്തം സഹോദരങ്ങൾ മുഴുവൻ ആരും തന്നെ എൻകറേജ് ചെയ്തില്ല. ദാവീദാണെങ്കിലും അഭിഷക്തരൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ വിളി അനുസരിച്ച് പോകുമ്പോൾ അവരെ കൊന്നുകളയാൻ, അവരെ ഇല്ലാതാക്കുവാൻ, അവരെ ലജ്ജിപ്പിച്ച് കളയുവാൻ, ഇല്ലാത്ത പാപം അവരുടെ മേൽ, അതല്ലേ നമ്മുടെ ഇവിടെ യോസെഫിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത പാപം അവൻ്റെ മേൽ ചുമത്തി അതിനുവേണ്ടി ഒരു വലിയ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവൻ, അവൻ്റെ പേരെന്തുവാണെന്നറിയാം? പോത്തിഫറിൻ്റെ ഭാര്യയുടെ കൂടെ. ഇവിടെയൊക്കെ മാനസികമായിട്ട് ഡൗൺ ആകുമ്പോൾ ശാരീരികമായിട്ടൊക്കെ ഒരു വ്യക്തി ഇല്ലാതായി പോകും. പക്ഷേ ഉള്ളിൽ ഒരു അഭിഷേകമുള്ളതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു, യു ഹാവ് എൻ അനോയിൻമെൻറ്റ് ആൻഡ് ദി അനോയിൻമെൻറ്റ് വിൽ ലീഡ് യു. നിനക്കൊരു അഭിഷേകമുണ്ട്, ആ അഭിഷേകം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നടത്തും. അതുകൊണ്ട് എത്രത്തോളം ഡിസ്കറേജിങ് എത്രത്തോളം പിശാച് പദ്ധതി, അതനുസരിച്ചാണ് നമ്മൾ ശക്തിപ്പെടേണ്ടത്. പോരാട്ടം കൂടുതലുണ്ടെങ്കിൽ ഡൗൺ ആകാനല്ല, പോരാട്ടം കൂടുതലുണ്ടെങ്കിൽ ഇരട്ടി പങ്ക് ശക്തി പ്രാപിച്ച് പുതിയ തീരുമാനങ്ങളെടുത്ത് എരിവും തീഷ്ണതയും, ഇല്ലേ? യെസ്. ഇന്ന് നമ്മൾ ആ ഭാഗങ്ങളെ ചിന്തിക്കാൻ പോകുന്നത്. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള, ഇവരെല്ലാം പൗലോസിൽ കൂടെ വന്നവരാ. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ തിമോത്തിയോസിനോടൊരു പ്രത്യേക സ്നേഹമുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഈ വിളി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരേ കാഴ്ചപ്പാടുള്ളവർ ചേർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒന്നിച്ച് എല്ലാവരും രക്ഷിക്കപ്പെട്ടവർ, എല്ലാവരും സ്നാനപ്പെട്ടവരല്ലേ, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. അതിനൊന്നും അത് സ്വർഗമല്ല തീരുമാനിക്കണം, നമ്മളല്ലല്ലോ തീരുമാനിക്കുക. ന്യായവിധി ആരുടെ കയ്യിലുള്ളതാണ്? കർത്താവിൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷേ ഒരേ കാഴ്ചപ്പാടുള്ളവർക്ക് ഒന്നിച്ച് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വിളി ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പം വേറൊരു എന്നെ വിളിച്ച കാഴ്ചപ്പാടല്ലാത്തൊരു കൂട്ടത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എന്നെ ഡിസ്കറേജ് ചെയ്യും. എല്ലാ രീതിയിൽ, ഏതൊക്കെ രീതിയിൽ എന്നെ ഡൗൺ ആക്കാമോ. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ എന്ത് പ്രാപിച്ചു കൊള്ളുക? ശക്തി പ്രാപിച്ചു കൊള്ളുക. താനൊരു ദൈവദാസനാണെങ്കിലും തനിക്ക് എന്ത് വേണം? കൃപ വേണം. ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് പൗലോസിൽ കൂടി തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തനിക്കും ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാതെ മുൻപോട്ട് ശക്തമായിട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവദാസനായിരിക്കും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ നീ എന്ത് ചെയ്യുക? ശക്തി പ്രാപിച്ചോളാം. കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുവാൻ. 2-ാമത്തെ വാക്യം, ഇനി ഇവിടെ അടുത്തൊരു കാര്യം പറയുന്നത്, എന്നിൽ നിന്ന് നീ കേട്ടതെല്ലാം വിശ്വസ്തരായ മനുഷ്യരെ, ടു ഫെയ്ത്ത്ഫുൾ മെൻ
ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വസ്തരുമായിട്ടുള്ള കൂട്ടായ്മയെ പറ്റത്തുള്ളൂ, ദൈവം അനുവദിക്കത്തുള്ളൂ. അവിടെ എവിടെയെങ്കിലും അവിശ്വസ്തത വരുമ്പോൾ, ദൈവവുമായിട്ടുള്ള എന്തെങ്കിലും അവിശ്വസ്തത വരുമ്പോഴാണ് കർത്താവ് തന്നെ പ്രവർത്തിക്കും, കർത്താവ് തന്നെ തീരുമാനങ്ങളെടുക്കും. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വിശ്വസ്തരായ, അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ടേ കൂട്ടായ്മ കൂടാവും. അങ്ങനെയുള്ളവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെയുള്ളവരെ പരമേൽപ്പിക്കുക, അവരത് വിശ്വസ്തയോടുകൂടി വീണ്ടും കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് റിലേ റേസ് നിങ്ങൾക്കറിയാമല്ലോ, അതിലൊക്കെ ഒത്തിരി ഓടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. 100 മീറ്റർ ഇൻറ്റു 4 ആണല്ലോ, 100 മീറ്ററിൻ്റെ 4 പേര്, റിലേയുടെ 4 ട്രാക്കിൽ, അല്ല 5 6 എത്ര ട്രാക്ക് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും പേര് ഓടുന്നു. ആ ബാറ്റൺ കൈമാറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പുറയിലുള്ള ആൾ ജീവൻ കൊടുത്ത് മറ്റേ 4 6 അല്ലെങ്കിൽ എത്ര പേര് ആ റിലേ റേസിലുണ്ടോ, ആ ടീംസ് എത്ര പേരുണ്ടോ, അവരെയൊക്കെ തോപ്പിച്ച് വീണ് ആ 100 മീറ്റർ സ്പ്രിൻറ്റിൽ വളരെ സെക്കൻഡ്സാണ്. ആ സെക്കൻഡ്സിൽ അവിടെ തീർത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ ടീം മെമ്പർ ഇതുപോലെ തന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ചോപ്പിച്ച് അല്ലെങ്കിൽ കൊടുത്തു, അതേ സ്പീഡിൽ ആ വ്യക്തി അതേ ഉത്സാഹത്തിൽ, ശ്വാസവും ശരീരവും ഒന്നും പരിഗണിക്കാതെ, വീക്കായ മസിൽസിനെ ഒന്നും പരിഗണിക്കാതെ ഈ എരിവിൽ തന്നെ എന്ത് ചെയ്യും, മുൻപോട്ട് പോകും. അങ്ങനെ 4 പേര് മുൻപോട്ട് പോകുമ്പോൾ, ആ ടീമിലുള്ളവരെല്ലാം മുൻപോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ബാറ്റൺ അടുത്ത ആൾക്ക് കൈമാറിയിട്ട് ഒരു വിശ്രമമുണ്ട്. എന്നിട്ട് നോക്കിയിരിക്കും, ഞാൻ ഓടിയതുപോലെ തന്നെയാണോ ആ വ്യക്തി ഓടുന്നത്. റൗണ്ടിലാണല്ലോ ട്രാക്ക്, കാണാമല്ലോ. ഞാൻ ഓടിയ പോലെ തന്നെയാണോ ആ വ്യക്തി. ഇവിടെ എല്ലാം ഈ അധ്യായത്തിലുമൊക്കെ ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു റിലേ പാസ് ഓൺ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് അതുകൊണ്ടാണ് നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തിനല്ല, ഇറ്റ് ഈസ് ടു പാസ് ഓൺ. പിന്നെ ഇവിടെ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക, ടു ഫെയ്ത്ത്ഫുൾ മെൻ. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അടുത്ത വ്യക്തിയെ ഈ കാഴ്ചപ്പാട് പരമേൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയും എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഒരു കോംപ്രമൈസും കൂടാതെ ഇതുപോലെ തന്നെ ആൾക്കാരെ വചനം പഠിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ അവർ കടപ്പെട്ടവരാണ്. ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയാണ് എന്നെ പരമേൽപ്പിച്ചത്. ഈ ആഴങ്ങൾ, ഈ വെളിപ്പാടുകൾ കൃപയാൽ എനിക്കും സന്തോഷത്തോട് പറയാം, ഇതൊരു ഡെയ്ക്സ് ബൈബിളിൽ നിന്നോ തോംസൺ ബൈബിളിൽ നിന്നോ സ്റ്റഡി ബൈബിളിൽ നിന്നോ എങ്ങൊന്നും എടുത്തതല്ല. കർത്താവ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ പരമേൽപ്പിച്ചതാണ്. ഇത് ഞാൻ അടുത്ത ആൾക്ക് കൈമാറുമ്പോൾ, ഈ വെളിപ്പാടുകൾ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് വീണ്ടും ആഴങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എന്ത് ചെയ്യാം, അടുത്ത ആൾക്ക് വീണ്ടും എൻകറേജ് ചെയ്യാം. ഒത്തിരി പ്രായമുള്ള ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിച്ചു എന്നെ എൻകറേജ് ചെയ്യുവാൻ. നമ്മളെയൊക്കെ അങ്ങനെയല്ല, ഓരോ കാലങ്ങൾ ഓരോ ദൈവദാസന്മാരെ നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. അപ്പം ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി ചില വിലയേറിയത് പരമേൽപ്പിച്ചിട്ടുണ്ട്. പിശാച് എടുത്തു കളയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നെ പരമേൽപ്പിക്കുന്ന നിമിഷം തൊട്ട് നിന്നെ സാത്താൻ എന്ത് ചെയ്യും, നോട്ടമിടും നിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് കളയുവാൻ. അതല്ലേ നമ്മൾ കാണുന്നത്. എത്ര പേരാ നല്ലപോലെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് നല്ല കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുമ്പോൾ പിന്നെ ഇച്ചിരി കഴിഞ്ഞ് അവരുടെ കാഴ്ചപ്പാടുമില്ല, ലോകം, പണം, ലോകത്തിൽ വലിയവനാകണം, ആൾക്കാരെന്നെ മാനിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമായി പോകുന്ന എത്ര പേരാ നമ്മൾ കാണുന്നതല്ലേ, എത്ര പേരാ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത് 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വിട്ട് ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചേ. യെസ്. ഇത് പല പോയിന്റ്സ് ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പല സാക്ഷികളുടെ മുമ്പിൽ എന്നിൽ നിന്ന് കേട്ടത്. കമ്മിറ്റ് ദീസ് ടു ഫെയ്ത്ത്ഫുൾ മെൻ ഹു ആർ ഏബിൾ ടു ടീച്ച് അതേഴ്സ് ഓൾസോ. മറ്റവരെ പഠിപ്പിക്കുവാൻ യോഗ്യരായവരെ എന്ത് ചെയ്യണം, പരമേൽപ്പിക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടു, എല്ലാവരെയും പരമേൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പന്നികളുടെ മുമ്പിൽ എന്ത് ചെയ്യില്ല, മുത്തുകൾ എറിയില്ലെന്ന ദൈവത്തിൻ്റെ ഭാഷ. അതുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഇവിടെ മെൻ എന്ന് പ്രത്യേകം എഴുതാൻ കാരണം നമുക്കറിയാം, ആധികാരിക ശുശ്രൂഷയെ നമ്മൾ ലേഖനങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷ അല്ലെങ്കിൽ 5-fold മിനിസ്ട്രി എന്ന് പറയുന്ന അപ്പോസ്തോലിക ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ, അവിടെ കാണുന്ന 5 ശുശ്രൂഷയും കർത്താവ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്,
ഹല്ലേലൂയ സഹോദരന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൂട്, അവരുടെ കുടുംബം, അവരുടെ കൂട്, അവരുടെ സഭ ഒക്കെ ചേർന്ന് നിന്ന്, മക്കളും ഒക്കെ ചേർന്ന് നിന്നാണ് ശുശ്രൂഷ വർക്കൗട്ട് ചെയ്യുന്നത്. ആധികാരിക ശുശ്രൂഷ. അത് എന്തുകൊണ്ടാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനവും കൊരിന്ത്യ ലേഖനവും പഠിച്ചപ്പോൾ ഒരു കുടുംബം എങ്ങനെയാണ് ദൈവം സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ഡിവിഷൻസും, അത് എന്തുകൊണ്ട് നമ്മൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് സഹോദരിമാർക്ക് അധികാരമുള്ള ശുശ്രൂഷ കൊടുത്തില്ല എന്നൊക്കെയുള്ള ചോദ്യം സാധാരണ സ്ഥിരം ഡിബേറ്റ്സിലും ബൈബിൾ ടീച്ചിങ്ങിലും ഒക്കെ വരുന്നതാണ്. അതിൻ്റെ ഉത്തരം കൂടെ നമ്മൾ ബൈബിളിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ചില ആഴ്ചകൾക്ക് മുമ്പാണ്, ചില മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചത്. എന്തുകൊണ്ട് എന്നുള്ള കാരണവും നമ്മൾ പഠിച്ചത്. ഇസ്രയേലിൽ ദോസ് ഹു വർ നോട്ട്, ഞാൻ ഇന്നലെ ആ ഭാഗം ഒന്ന് വായിച്ചു എടുത്ത്, ഇന്നലെ രാത്രി ഞാൻ എടുത്തൊന്ന് വായിച്ചു. ഹു വർ നോട്ട് വില്ലിങ് ആൻഡ് ഹു വർ നോട്ട് ഏബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസ്തരും മനസ്സുള്ളവരും, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിവുള്ളവരും വിശ്വസ്തരും മനസ്സുള്ളവരും, വില്ലിങ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ദൈവം 4ാമത്തെ ജഡ്ജായിട്ട് ദെബോറയെ തിരഞ്ഞെടുത്തു. പുള്ളിക്കാരത്തി ശക്തമായിട്ട്, പുള്ളിക്കാരത്തിയുടെ കാലഘട്ടത്തിൽ അനുസരണമുള്ള ഒരു സഹോദരിയായിട്ടും ബാരാക്ക് എന്ന കമാൻഡറൊക്കെ കൂടി, നിങ്ങൾക്ക് ആ ഭാഗം അറിയാമല്ലോ. അങ്ങനെ ഒരു ഭാഗം നമ്മൾ പഴയ നിയമത്തിൽ കാണും. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ഇസ്രയേലിൽ they were not men who were willing and who were able. ദൈവം ഏൽപ്പിച്ചവർ വിശ്വസ്തരായി തീർന്നില്ലെങ്കിൽ, ദൈവം ഏൽപ്പിച്ചവർ ശുശ്രൂഷയ്ക്ക് മനസ്സില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ഹല്ലേലൂയ. കർത്താവ് വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്. അല്ല, അതും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ എഴുതിയിരിക്കുന്നത് കമിറ്റ് ദീസ് ടു ഫെയ്ത്ത്ഫുൾ മെൻ ഹു ആർ ഏബിൾ ടു ടീച്ച്. ബൈബിൾ ടീച്ചർ അല്ലെങ്കിൽ അധികാരത്തോടുകൂടി വചനം പഠിപ്പിക്കുവാൻ സഹോദരന്മാരെയും സഹോദരിമാർക്കും ശുശ്രൂഷിക്കാം, പഠിപ്പിക്കാം. അവർക്ക് സഹോദരിമാരുടെ ഇടയ്ക്ക് ശുശ്രൂഷിക്കാം ഉള്ളപ്പോൾ തന്നെ ആധികാരിക ശുശ്രൂഷ, ഇതൊക്കെ ബൈബിൾ ക്ലിയർ ആണല്ലോ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വളരെ ക്ലിയർ ആണല്ലോ. അപ്പം പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സാത്താൻ്റെ മേൽ അധികാരം, ഒരിടയ ശുശ്രൂഷ, ഒരു അധികാരമുള്ള ശുശ്രൂഷ ഒക്കെ ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കമിറ്റ് ദീസ് ടു ഫെയ്ത്ത്ഫുൾ മെൻ ഹു ആർ ഏബിൾ ടു ടീച്ച്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ, സ്തോത്രം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ടീച്ച് ദം വാട്ട് ഐ ഹാവ് ടോട്ട് യു. കർത്താവ് നമ്മളെ പഠിപ്പിച്ച്, മറ്റുള്ളവരെ പഠിപ്പിച്ച്, അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കുവാൻ ഒരു ഹെവൻലി ഹല്ലേലൂയ കമ്മീഷൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വീണ്ടും ആ 2-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഒന്നുകൂടെ ഹല്ലേലൂയ നിർത്തി ഞാൻ പോകുന്നത്, അതിനകത്തൊക്കെ വളരെ ആഴങ്ങളുണ്ട്. താഴോട്ട് വരുമ്പോൾ അത് ഓരോ ഉദാഹരണമായിട്ട്, കമ്പാരിസണായിട്ട്. നിൻ്റെ കോളിംഗ്, നിൻ്റെ വിളി ആൾക്കാരെ ഓർപ്പിക്കണം. നീ എന്നിൽ നിന്ന് പല സാക്ഷികളുടെ മുമ്പിൽ, ഈ പല സാക്ഷികളുടെ മുമ്പിൽ പറയുന്നത് ഒരിക്കലും സാത്താൻ ഓരോരുത്തരോട് പറയും, ഓരോരുത്തരുടെ ചെവി പറയും, അയ്യോ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ആണല്ലോ, അല്ലെ ബൈബിൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ, ആദാമും ഹൗവയും തൊട്ട് അതല്ലേ, ചതിയിലല്ലേ, അത് ഓരോന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല, അവരെ നോക്കിക്കേ ഇവരെ നോക്കിക്കേ, കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഒരു വചനം പറയുമ്പോൾ അത് ശക്തമായിട്ടും വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പല സാക്ഷികളുടെ മുമ്പിൽ അധികാരം ദൈവം ഏൽപ്പിച്ച ദൈവദാസന്മാരല്ല, വചനം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ അത് അധികാരത്തോടുകൂടി പറയുമ്പോൾ, പൗലോസ് പറഞ്ഞതുപോലെ ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ നിന്നോട് പല സാക്ഷികളുടെ മുമ്പിൽ, സാത്താനും കേൾക്കെ, സ്തോത്രം, ദുരുപദേശവാദികളും കേൾക്കട്ടെ, പല സാക്ഷികളും, ദിസ് ഈസ് ട്രൂ, ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ പ്രാപിച്ചത്. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നിങ്ങളെ, അത് നീ എന്ത് ചെയ്യണം? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഹോൾഡ് ഫാസ്റ്റ് ദാറ്റ് സൗണ്ട് ഡോക്ട്രിൻ. ആ നല്ല വചനം നീ എന്ത് ചെയ്യണം? ആ നല്ല ഉപദേശം നീ മുറുകെ പിടിച്ചു കൊള്ളുക. ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അത് പഠിപ്പിക്കുവാൻ യോഗ്യരായ വിശ്വസ്ത മനുഷ്യരെ നീ അത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കണം, പരമേൽപ്പിക്കണം. ഈ പട്ടണത്തിൽ അനേക ആൾക്കാരുണ്ട്. നമ്മളും വിശ്വസ്തരായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പൂർണ്ണമായിട്ട് വിശ്വസ്തരും തികഞ്ഞവരൊന്നും നമ്മളാരും ആയിട്ട് തീർന്നിട്ടില്ല. അവിശ്വസ്തതയൊക്കെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലും കാണും, നിങ്ങളുടെ ജീവിതത്തിലും കാണും. കർത്താവിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചൊന്നും ശുശ്രൂഷ ചെയ്യുവാനൊന്നും നമ്മൾ അത്രത്തോളമായി കാണത്തില്ല. നമ്മൾ ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്ത് ചെയ്യുക? ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ നീ കണ്ടുപിടിക്കണം, ഈ പട്ടണത്തിൽ നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്ത മനുഷ്യരെ നീ കണ്ടുപിടിച്ചിട്ട് അവരെ എന്ത് ചെയ്യണം? നീയും അതുപോലെ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ. ഇനി ഈ വിളി എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്?
ദൈവം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഉദാഹരണമാണ് ഇവിടെ വായിക്കുന്നത്. മൂന്നാമത്തെ, ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായിട്ട് നീയും എന്നോടുകൂടി എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കുക. നീ ഒരു പടയാളിയാണ്. പട്ടാള ട്രെയിൻഡ് ആൾക്കാർക്ക് അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സ്തോത്രം. പട്ടാള ട്രെയിൻഡ് ആൾക്കാർക്ക് അറിയാം, ഒരു കോംപ്രമൈസും വിട്ടുവീഴ്ചയും കൂടാത്ത ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്ക് കഷ്ടമൊരു വിഷയമല്ല, അവർക്ക് നഷ്ടമൊരു വിഷയമല്ല. അവർക്ക് ഇപ്പോഴൊക്കെയല്ലേ മൊബൈൽ ഉള്ളതും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോഴും പട്ടാളത്തിലെ നിയമമാണ്, സോഷ്യൽ മീഡിയ പാടില്ല, ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്നിനും പാടില്ല, വാട്സാപ്പ് പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമം. കാരണം എന്തുവാ? അതൊക്കെ സ്പൈസ് ഉണ്ട്, ആൾക്കാർ നോക്കുന്നു, അവരുടെ സീക്രറ്റ്സ് എടുക്കും, അല്ലെ അവരെ പൊക്കും, അവർ എവിടെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ഫോണിൽ കൂടെ അറിയാൻ പറ്റും, അവരുടെ ട്രാവലിംഗ് ഡീറ്റെയിൽസ് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ. അപ്പം പട്ടാളക്കാർക്ക് അവർ ഓഫീസേഴ്സാണ്, വലിയ സീനിയർ ഓഫീസേഴ്സാണ്. എന്നാൽ പോലും അവർക്ക് എന്ത് പാടില്ല? മറ്റുള്ള സാധാരണ ജനത്തെപ്പോലെ കുടുംബാംഗങ്ങളുമായിട്ട് വിശേഷം പങ്കെടുക്കുക, പട്ടാള സമയത്ത് യുദ്ധസമയത്ത് കുടുംബങ്ങളെ ഫോൺ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് കാര്യം അവരെ അത് ഇമോഷണലി മൂവ് ചെയ്യും. അവരുടെ ലക്ഷ്യത്തിൽ നിന്ന്, അവരുടെ ശ്രദ്ധയിൽ നിന്ന്, ശത്രുവിനോട് ജീവൻ കൊടുത്ത് പോരാൽ നിന്ന് അവരുടെ മക്കളെയും ഭാര്യയെ പറ്റിയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ ഇമോഷണലി മൂവ്ഡ് ആയിപ്പോവും. അയ്യോ, ജീവൻ കൊടുക്കാനൊന്നും അവർ ഭീരുക്കളായിപ്പോവും. അവർ മരണത്തെ നേരിട്ട് ഫേസ് ചെയ്യുന്ന സിയാച്ചിൻ അല്ലെങ്കിൽ അതുപോലുള്ള ആ യുദ്ധസമയത്തൊക്കെ ഉള്ള പോലെ അവർ പുറമോട്ട് തിരിഞ്ഞു പോകും. ഒരു നിമിഷം അവരുടെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ചാൽ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അവരെ വിളിച്ചത് എന്തിനാ? പട്ടാളക്കാരനായിട്ട് കഷ്ടം സഹിക്കാൻ. അവിടെ വെയിൽ കൊള്ളുന്നു, അയ്യോ എനിക്ക് വെയിലത്ത് നിൽക്കാൻ വയ്യ. അവരൊക്കെ ഉണ്ടല്ലോ ട്രെയിൻഡായിട്ട്. അവിടെ വെയിലത്ത് നിന്നാണ് മുഴുവനും പ്രോഗ്രാംസ്, മുഴുവനും ട്രെയിനിങ്. പകുതി കൂടുതൽ ട്രെയിനിങ് എങ്ങനെയാണ്? വെയിലത്ത് നിർത്തി ഗ്രൗണ്ടിലാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ശാരീരിക ക്ഷീണമാണ്, എനിക്ക് പനിയാണ്, എനിക്ക് കഷ്ടം സഹിച്ച് തീയിൽ ഉരുക്കിയവൻ വെയിലത്ത് എന്ത് ചെയ്യത്തില്ല? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു പടയാളിയാണ്. ചെറിയ ചെറിയ വിഷയത്തിൽ ക്ഷീണിച്ച് പോകത്തില്ല, വലിയ വിഷയത്തിലും എന്ത് ചെയ്യത്തില്ല? ക്ഷീണിച്ച്. നമ്മുടെ വിളി എന്തുവാ ദൈവമക്കളെ? ആയി കാണത്തില്ല നമ്മൾ അത്രയും. പക്ഷേ നമ്മൾ ഏതിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്? ടു അവർ കോളിംഗ്. നമ്മുടെ വിളിയാണ് ഇവിടെ 2-3 ഉദാഹരണങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്ന്, പട്ടാളക്കാരനായിട്ട് എൻഡ്യൂർ ഹാർഡ്ഷിപ്പ് ആസ് എ ഗുഡ് സോൾജർ ഫോർ ക്രൈസ്റ്റ്, ഇല്ലേ? കർത്താവിന് വേണ്ടി ഒരു നല്ല പടയാളിയായിട്ട് എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കുക. ഈ 2-ാം അധ്യായത്തിൻ്റെ 1 തിമോത്തിയോസിലും നമ്മളത് ചിന്തിച്ചത്, ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2 തിമോത്തിയോസ് 4:5, 2 തിമോത്തി 4:5. കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. പടയാളിയാ, പട്ടാളക്കാരനെ പോലെ ട്രെയിൻഡാണ്. ദൈവമാണ് നിന്നെ ട്രെയിൻ ചെയ്തത്. നമ്മളെല്ലാം കഷ്ടതയെ കൂടി ട്രെയിൻ ചെയ്യുന്നത് ആരാ? തീച്ചുളയുടെ അനുഭവത്തിൽ കൂടി ട്രെയിൻ ചെയ്യുന്നത് ആരാ? സ്തോത്രം. അവിടെ ഒന്നും ദോഷത്തിനല്ല, പെറുവെറുപ്പ് വരും, പ്രശ്നങ്ങളാണ്. തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആകെപ്പാട് പെറുപെറുക്കാനൊക്കെ ജഡത്തിന് തോന്നും. ജഡത്തോട് പറഞ്ഞ് മിണ്ടായിരുന്നു, കർത്താവ് എന്നെ ടഫായിട്ട് ട്രെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയാ? യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി നിന്ന സഹിക്കുവാൻ. ഇതൊന്നും പറഞ്ഞാൽ സ്തോത്രമൊന്നും കിട്ടത്തില്ല. ഇതൊന്നും പറഞ്ഞാൽ ഇമോഷണലി മൂവ് ഉണ്ടാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവൻ ദേ വിൽ ബി സ്പിരിച്വലി മൂവ്ഡ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആത്മാവുള്ളിലുള്ളവന് ഉള്ളിലെ ആത്മാവ് എഴുന്നേക്കും. ഉള്ളിലെ പരിശുദ്ധാത്മാവ് എരിവോടുകൂടി തീഷ്ണതയോടുകൂടി നിൽക്കുവാൻ ഇടയായിത്തീരും. ആത്മാവ് ഉണരും. ഇവിടെ എഴുതിയിരിക്കുക, ഒരു നല്ല പടയാളിയായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക. 4-ാമത്തെ വാക്യത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു പട്ടാളക്കാരനായിട്ട് വീട്ടിൽ ഇരുന്ന് വിശ്രമിക്കുവാനല്ല. എല്ലാ ആർമിയിലാണെങ്കിലും നേവിയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിലും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുള്ളത് നേവിക്കാരുമായിട്ടാണല്ലോ. വെറുതെ ഇരിക്കുന്നുണ്ടേ ഈ കപ്പൽ എക്സസൈസ് എന്നാണ് പറയുക, സെയിലിംഗ് ഇല്ലേ? ഈ കപ്പൽ ചുമ്മാതെ തീരത്തോട് ഇങ്ങനെ അങ്ങോട്ട് ഓടിക്കും, അങ്ങ് ബോംബെ വരെയും പോവും ചിലപ്പം, അല്ലെങ്കിൽ അങ്ങ് താഴെ വരെയും പോവും, ശ്രീലങ്ക അടുത്ത്, പിന്നെ ചുമ്മാതെ മേളിലോട്ട് ബംഗാൾ വരെ ഓടിക്കും. ഞാൻ വിശാഖപട്ടണത്തുണ്ട് ഉണ്ടായിരുന്നത് കൂൾ സമയത്ത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടത്.
നമ്മുടെ സഹോദരങ്ങൾ അവർ ഈ പോകുന്ന സമയത്ത് റേഞ്ച് കാണത്തില്ല, അവരുടെ സാറ്റലൈറ്റ് ഇതേ കാണത്തുള്ളൂ. തീരെ മടുക്കുമ്പോൾ അവർക്ക് റേഞ്ച് കിട്ടും. അവരെ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം സഹോദരന്മാർക്ക്, അവർക്ക് ഞാൻ എന്തെങ്കിലും അയക്കുമ്പോൾ സാധാരണ മെസ്സേജ് അയക്കുന്നത്. പണ്ടാണെങ്കിൽ ടെക്സ്റ്റ്, ചില കപ്പലിലൊക്കെ ഒട്ടും ഇൻ്റർനെറ്റ് കൊടുക്കാത്തതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. അവർ കാണുമ്പോൾ അവർക്ക് പിന്നെ അവരുടനെ പറയും, പാസ്റ്റർ ഈ ഞായറാഴ്ചയില്ല, ഞാൻ സെയിലിങ്ങിലാണ്. ചിലർ പറയും, പക്ഷേ ഞങ്ങൾ അടുത്തുണ്ട്, വിശാഖപട്ടണം തീരത്തുണ്ട്, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല കപ്പലിൽ. ഓൺ ഡ്യൂട്ടി ഒരു യുദ്ധം നടക്കുന്ന ഒരനുഭവം ഉണ്ടാക്കിയിട്ട് ഇവരടങ്ങിയിരിക്കുക. ഈ കപ്പലിനും മെയിൻ്റനൻസ് നടക്കണം. ഇവർ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാതെ പോകും. സെയിലിംഗ് സമയത്ത് ഞങ്ങൾ ഇവരോട് പോയിട്ടുണ്ട്. വെറുതെ പോകുമ്പോൾ അങ്ങോട്ടിട്ട് പൊട്ടുന്നതാണ് ഇങ്ങോട്ടിടും. അപ്പുറത്തെ കപ്പലിൽ നിന്ന് ഇങ്ങോട്ട് റീഫ്യൂൽ, ഇതൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് കപ്പൽ. അപ്പുറത്തെ കപ്പലിൽ നിന്ന് ഇങ്ങോട്ട് റീഫ്യൂൽ ചെയ്യും. പിന്നെ എക്സസൈസസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെ ഒരു യുദ്ധ സമയത്ത് നടക്കുമോ അതെല്ലാം നടക്കും. ആ പോകുന്ന സെയിലിംഗ് സമയത്ത് ഒരു യുദ്ധം നടക്കുന്ന പോലെ അതിൻ്റെ ഡെക്കിലുമൊക്കെ പട്ടാളക്കാർ മെഷീൻ ഗണ്ണുമായിട്ട് ഇങ്ങനെ നിൽക്കും വെയിലത്ത്. ഇതിൻ്റെ ഒരാവശ്യവുമില്ല, യുദ്ധഭീഷണിയില്ല, ഒന്നുമില്ല. അവർക്ക് സെയിലിംഗ് എക്സസൈസ്. വെറുതെ അവരെ ഓഫീസിൽ ഇരുത്തി അവർ തിന്ന് കഴിച്ച് കുടവയറ് പ്രാപിച്ച്. ഈ കപ്പലിലും ജിമ്മുണ്ട്. ഇപ്പോൾ സെയിലിംഗ് സമയത്തും എക്സസൈസ് ചെയ്തോണം. അപ്പോൾ ഇവർക്ക് അവരുടെ ഡ്യൂട്ടി ഉണ്ട്. അവർ പട്ടാളക്കാരാണ്. സാധാരണക്കാരെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ലായിരിക്കും, ഒന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ആഗ്രഹമുണ്ട്. അവരെ മുള്ളെ നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഏത് സമയത്തും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ശത്രു അറ്റാക്ക് ചെയ്യുമ്പോൾ ദേ ഷുഡ് ബി എക്വിപ്ഡ് ഫോർ വാർ. അതിനുവേണ്ടി വെറുതെ അതിന് എത്ര നഷ്ടമാണെന്നറിയോ? ഈ പഴയ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് കപ്പലുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനൊന്നും എഞ്ചിനൊക്കെ പഴയ എഞ്ചിൻസാണ്. എന്തും വേണ്ടി ഇന്ധനം ചിലവാക്കി അവർക്ക് ഫുഡും ഒക്കെ കൊടുത്തിട്ടാണ് ഈ പട്ടാളക്കാരെ വീട്ടിലോട്ട് ഇറക്കി വിടത്തില്ല. ഒരു 2 മാസം 3 മാസമൊക്കെ ആ തീരത്തൂടെ അപ്പുറത്തൂടെ യാത്രയും ഇപ്പുറത്തൂടെ അവരൊന്ന് ഇറങ്ങുമ്പോഴാണ് സെയിലിങ്ങിൽ നിന്ന് ഇനി കുറച്ച് നാളത്തേക്ക് 2-3 ആഴ്ചത്തേക്ക് ആശ്വാസമുണ്ട്, 1 മാസത്തേക്ക് ആശ്വാസമുണ്ട്. പിന്നെയും തുടങ്ങും അവരുടെ സെയിലിംഗ് എക്സസൈസ്. ഇത് വലിയ ഓഫീസർ തൊട്ട് താഴെക്കട വരെയുള്ള ജവാൻ അല്ലെങ്കിൽ സെയിലേഴ്സിന് വരെയും ഇത് എക്സസൈസ്. ഇതെല്ലാം ഫോഴ്സിൻ്റെ അകത്തുണ്ട്. കാരണം അവർ പട്ടാളക്കാരെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്ന്, ഒരു പട്ടാളക്കാരൻ ഒരു പടയാളിയായിട്ട് ആദ്യം അവരുടെ ക്വാളിറ്റി കഷ്ടം സഹിക്കുവാനുള്ള ക്വാളിറ്റി. ഇത് ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ ഒന്ന് PC NAC പോലുള്ള, ഞാൻ ജസ്റ്റ് ഒരു കോൺഫറൻസിൻ്റെ പേര്, അതൊക്കെ പിന്നീട് തുടങ്ങിയ കോൺഫറൻസസാണ്. പഴയ മലയാളി കോൺഫറൻസിന് വേറെ പേരാണ്. ഞങ്ങൾക്കൊക്കെ ആ കാലം 80-കളിലും 90-കളിലൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ആ കോൺഫറൻസസ്. പിന്നീട് വന്ന സൗത്ത് അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ, അത് അവിടെയൊക്കെയാണല്ലോ. അല്ലാതെ ഓരോ രാജ്യങ്ങളിലൊക്കെ വലിയ, ലണ്ടനിലുണ്ട് വലിയ ഇതുപോലുള്ള കോൺഫറൻസസ്. ഇതുപോലുള്ള കൺവെൻഷൻസിനോ കോൺഫറൻസസിനോ ഇതുപോലൊരു തീം ഒന്ന് വെച്ച് കർത്താവിന് വേണ്ടി ഒരു നല്ല പടയാളിയായിട്ട് കഷ്ടം സഹിക്കുക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു കൺവെൻഷനും ഒരു സഭയുടെ, പല സഭകളുണ്ടല്ലോ നമുക്ക് കേരളത്തിൽ, ഒരു സഭയുടെ ജനറൽ കൺവെൻഷനും ഞാൻ കണ്ടിട്ടില്ല. ഒരു കാലമുണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുക. കാരണം ഇനിയുള്ള കാലം നമ്മൾ കണ്ടല്ലോ, യുദ്ധം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തേക്ക് ന്യൂസ് കേട്ടോ, ഇന്നലത്തെയൊക്കെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടിവെക്കുക. ക്ഷാമം വരുമ്പോൾ തന്നെ കഷ്ടം സഹിച്ചോളൂ. ഇപ്പോൾ ഈ നന്മ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവേ പ്രൈസ് ലോർഡ്, അങ്ങനെ വിളിച്ച വിളി അനുസരിച്ച് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു കാലം കേരളത്തിലും വരുന്നുണ്ട്. കേരളം ഇങ്ങനെ താഴെയാ, യുദ്ധമൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് ചിന്തിച്ച് പാത്ത് രക്ഷപ്പെട്ടിരുന്നോ? ഏത് ഡെക്കിൽ പോയി അല്ലെങ്കിൽ ഏത് ബർത്തിൽ പോയി ഒളിച്ചാലും യോനായെ പൊക്കി ഇളക്കി പുറത്തിടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ, ശുശ്രൂഷ പരമേൽപ്പിച്ചാൽ ഒരു കംഫർട്ട് സോണും അവിടെ സുഖമായിട്ടിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. തിമോത്തിയോസേ, ഇത് എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. Entrust this to faithful men who are able to teach. ഇത് പഠിപ്പിക്കുവാൻ യോഗ്യരായ, വിളിക്കപ്പെട്ടവരായ വിശ്വസ്ത മനുഷ്യരെ നീ ഇത് പരമേൽപ്പിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ അവർ പറയും പൊട്ടത്തരവാ. ഈ ക്രൂശിൻ്റെ വചനം പലർക്കും പോഷത്തരോ. നശിച്ചു പോകുന്നവർക്കിത്, പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ജീവനും ശക്തിയും. അതേ മക്കളെ, ഇവിടെ രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, നമ്മൾ ഒരു പോരാട്ടത്തിലാണ്. എഫേസ്യർ 6-ാം അധ്യായം എടുക്കേണ്ട, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരാട്ടം ആകാശത്തിലെ ദുഷ്ടാത്മസേനയോടാ.
ഹാലലിയ. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ അന്യാരാധന വർദ്ധിച്ചു വരുമ്പോൾ ഓരോ മൂർത്തി ശക്തികൾ, മൂർത്തി എന്ന് പറഞ്ഞാൽ ലഗ്യോന്റെ കൂട്ടം കൊണ്ട് ഒന്നിച്ചങ്ങോട്ട് ചേരും ദൈവമക്കളെ ഉള്ള അഭിഷേകം കൂടി കളയുവാൻ. പ്രൈസ് ഗോഡ്. ആ ശക്തിയോട് നേരിട്ട് നിന്ന് എടാ ലൂസിഫറെ എന്ന് വിളിച്ച് അവനോട് പോരിടുവാനുള്ള അഭിഷേകം പ്രാപിച്ചോണം ഈ അന്ത്യനാളുകൾ. അവിടെ ഒക്കെ നമ്മൾ കണ്ടു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ സാത്താൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അതൊന്നും നിന്നെ ഏൽക്കാതിരിക്കാൻ ഹെൽമെറ്റ്, ശരീരത്തിൽ എല്ലാം ഫുൾ കാല് വരെ പാദം വരെ കവേർഡായിട്ട് നിന്ന് നിന്നെ ഒരു വാൾ തന്നിട്ടുണ്ട്. ഡിഫെൻഡ് ആൻഡ് അറ്റാക്ക്. ഡിഫെൻഡ് മാത്രമല്ല, ഇല്ലേ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ഡിഫെൻഡും ഉണ്ട്, എന്നാലല്ലേ ബാറ്റിലാകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഡിഫെൻഡ് മാത്രം ചെയ്ത് എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും ക്ഷീണം വരാതെ ഇങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കാനല്ല ദൈവമക്കളെ, അറ്റാക്ക് ചെയ്യാനാണ്. അതിനുള്ള ബലവും ശക്തിയും കൃപയും നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ട്, സാത്താൻ നിന്നെ വെറുതെ വിടുമോ? ഗജ്ജിപ്പിച്ച് കളയത്തില്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്, വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ. എന്തെങ്കിലും ഹുക്വാമിൻ്റെ കൂട്ട് കയറി അള്ളി പിടിക്കത്തില്ല നിൻ്റെ ജീവിതത്തിൽ വല്ല കുറവുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പല ദൈവമക്കളും പറയുന്നത്, ഞാൻ ഈ അറ്റാക്കിനൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ പിശാചിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ, നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പടയാളികളായിട്ടാണ്. ഒന്നോട് 3-4 ചേർത്തൊന്ന് വായിച്ച്. നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പടയാളി എന്ത് ചെയ്യത്തില്ല? ജീവന കാര്യത്തിൽ ഇടപെടുന്നില്ല. കാര്യം പട ചേർത്തവനെ ഈ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു വിഷയത്തിലും നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്. നമ്മളെ ദൈവം ഒരു ബാറ്റിൽ, ഒരു യുദ്ധം ഏൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ കർത്താവേ, അത്രയൊന്നും വേണ്ടായിരുന്നു, എനിക്ക് അത്രയൊന്നും പറ്റത്തില്ല, എക്സ്ക്യൂസ് പറഞ്ഞ് നടക്കുന്നവരെ ഞാൻ അതിനുള്ള ആയിട്ടില്ല, ഇച്ചിരൂടെ കഴിയട്ടെ. ചിലർ വിചാരിക്കും ഈ നല്ല കാലം എന്തിനാണ് കർത്താവിന് വേണ്ടി കളയുന്നത്. ഈ നല്ല കാലം, ഞാനും അങ്ങനെയൊക്കെ ആദ്യം ചിന്തിച്ച ആളാണ്. പക്ഷെ നല്ല കാലത്ത് കർത്താവ് എന്നെ പിടിച്ചിറക്കി, ചെവിക്ക് പിടിച്ചിറക്കി. റിട്ടയർഡായി കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്കൊന്നും ഇറങ്ങണ്ട. ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്ന പോലെ കമ്പനിക്കും വേണ്ട, ഗവൺമെൻറ്റിനും വേണ്ട, ഈ സോയാബീൻ്റെ ചങ്ക് എന്നൊക്കെയാണ് ഞാൻ അതിനെ പറയുന്നത്. എണ്ണ എല്ലാം ഊറ്റിയിട്ട് വെറും കൊപ്രയായിട്ടിരിക്കുന്ന പരുവത്തിൽ ചിലർ പറയുന്നത് കേൾക്കാം. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സൃഷ്ടായുസ്സ് ആർക്ക് വേണ്ടി സമർപ്പിക്കുന്നു? ഒന്ന് കുനിഞ്ഞാൽ നൂറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എൻ്റെ സൃഷ്ടായുസ്സ് ആർക്ക് വേണ്ടി? ഹല്ലേലൂയ. ദൈവമക്കളെ, വിളിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, നല്ല കാലത്ത് കർത്താവിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല കാലം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. ദ ബെസ്റ്റ് ഏജസ് ഓഫ് യുവർ ലൈഫ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ളപ്പോൾ, നിങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ, പലപ്പോഴും ഹല്ലേലൂയ പ്രായത്തിലൊക്കെ കടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഓർമ്മശക്തിയൊക്കെ കാഴ്ചയൊക്കെ അല്പം ഹല്ലേലൂയ ഇങ്ങനെ എൻ്റെ ചിലപ്പോഴൊക്കെ ഈ കണ്ണൊക്കെ എന്ത് ഗൂന്നൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ കർത്താവിനോട് പറയും, കർത്താവ് ഈ ബൈബിളൊക്കെ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് എന്ത് ചെയ്യണം? മാക്സിമം എന്നെയും എന്ത് ചെയ്യണം? ചിലപ്പോൾ ഓർമ്മശക്തിയൊക്കെ മനുഷ്യരല്ലേ, മുൻപോട്ട് പോകുമ്പോൾ എൻ്റെയും ഓർമ്മശക്തിയൊക്കെ കുറയുമ്പോൾ ഒരു മണിക്കൂറത്തെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഒക്കെ മനസ്സിൽ നിൽക്കാതെ വരുമ്പോൾ ഞാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ, കർത്താവേ എന്ത് ചെയ്യണം? മാക്സിമം എന്നെയും എന്ത് ചെയ്യണം? ചില കഴിയുമ്പോൾ കണ്ണു മങ്ങും, ചില കഴിയുമ്പോൾ ഈ പറയുന്ന പോലൊക്കെ ആവും, ഓർമ്മ മങ്ങും. നല്ല കാലത്ത് കർത്താവിന് വേണ്ടി സേവിക്കുവാൻ, മാക്സിമം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ, ഒരു 10 ആയുസ് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മൾ കണ്ടു. എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിരിക്കണ്ട. യുദ്ധത്തിൽ നിന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് മാറുന്നവൻ ആരാന്ന യെരമ്യാ പ്രവാചകൻ കൂടി പറയുന്നത്? ശപിക്കപ്പെട്ടവൻ. അല്ലാതെ 2 അടി തന്നെ എന്നെ വിടും എന്നല്ല. ആ ഭാഗം ഒന്ന് വായിച്ച ഞാൻ പലപ്പോഴും ദൈവഭയത്തോട് ഓർക്കുന്ന ഒരു ഭാഗമാണ്. യെരമ്യാ പ്രവചന പുസ്തകം 48-ാമത്തെ അധ്യായം 10-ാമത്തെ ഭാഗം. ജെറമ്യാ ചാപ്റ്റർ 48 വേഴ്സ് 10. പ്രവൃത്തി ഉദാസീനത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ വാൾ തന്നിരിക്കുന്നത് എന്തിനാ? പോളിഷ് ചെയ്ത് വെക്കാനല്ല. ഈ വാൾ തന്നിരിക്കുന്നത് യുദ്ധം ചെയ്യുവാനാണ്. യുദ്ധം ചെയ്യുമ്പോൾ രക്തം ചൊരിയും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 2 കാര്യമാണ്. Cursed is he who deceitfully stays away from battle. ദൈവത്തിൻ്റെ വേല ഉദാസീനതയോട് ചെയ്യുന്നവൻ, ബൈബിൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഡിസീറ്റ്ഫുള്ളി, അങ്ങനെ ചെയ്യുന്നവൻ അവൻ ശപിക്കപ്പെട്ടവൻ. ആരാണ് അപ്പം അനുഗ്രഹിക്കപ്പെട്ടവൻ? ബൈബിളിൻ്റെ അകത്ത് എല്ലായിടത്തും എഴുതിയിരിക്കുന്ന കാര്യം കേഴ്സ്ഡും ബ്ലെസ്സഡും ഉണ്ട്. പണമുള്ളവനല്ല അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? ഈ ശപിക്കപ്പെടാതിരിക്കുന്നവൻ.
ഈ ശാപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദൈവത്തിലെ യഹോവയിലും അവനിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതും ഈ യെരമ്യാവിൽ തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്, 17-ാം അധ്യായത്തിലല്ല. അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ 48-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വേല ഉത്സാഹമില്ലാതെ ചെയ്യുന്നവൻ, ഉദാസീനതയോട് ചെയ്യുന്നവൻ, ഉഴപ്പോടുകൂടി ചെയ്യുന്നവൻ, അതിനെ ഡിസീറ്റ്ഫുൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ഡിസീറ്റാണ്, അതൊരു സ്തോത്രം ദൈവത്തോടൊരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഒത്തിരി വേലക്കാർ അങ്ങനെ ആയിപ്പോകുന്നുണ്ടായിരിക്കും. ആരും അങ്ങനെ അല്ല തുടങ്ങുന്നത്. എല്ലാ വേലക്കാരും വില കൊടുത്ത് തന്നെയാണ് ദൈവസന്ധി തുടങ്ങുന്നത്. പക്ഷെ അവസാനം വരുമ്പോൾ ഈ വേലയിൽ ഒത്തിരി ഡിസീറ്റൊക്കെ വന്നു പോകുക, പിശാച് അങ്ങനെ ആക്കിക്കളയുക. നമ്മളെ ഓരോരുത്തരും അങ്ങനെ അവസാനം വരെ ആക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വേല ഉത്സാഹമില്ലാതെ ചെയ്യുന്നവൻ, ഉറക്കെ പറ, മറ്റുള്ളവരോട് പറയേണ്ടതാ. നമുക്ക് ബൈബിൾ പറയുന്നില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവർ ഫെയ്ത്ത്ഫുൾ ആൾക്കാരോട് പറയേണ്ടതാ. ദൈവത്തിൻ്റെ വേല ഉത്സാഹമില്ലാതെ ഉദാസീനതയോട് ചെയ്യുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അല്ലെ, അയ്യോ പാസ്റ്റർ ശപിക്കുകയും ചെയ്യും, ഇത് യഹോവ പറഞ്ഞ കാര്യമല്ലേ. അത് ഞാൻ ഉദാസീനതയോട് ചെയ്താൽ ഞാനും ശപിക്കപ്പെട്ടവനായിട്ട്. അതുകൊണ്ട് പേടിച്ച് ദൈവത്തെ ഭയന്ന് ഈ വചനം ദൈവത്തിൻ്റെ പ്രമാണമാണെന്നും ഈ പ്രമാണപ്രകാരമാണ് കർത്താവ് ന്യായം വിധിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? ദൈവത്തിൻ്റെ വേല ഉത്സാഹത്തോടുകൂടി, എരിവോടുകൂടി, തീഷ്ണതയോട് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അല്ലേ? ബ്ലെസ്ഡ് ഈസ് ഹി. പിന്നെ അവൻ്റെ വാള് യുദ്ധം ചെയ്യാതെ, ശുശ്രൂഷ ചെയ്യാതെ ഉറയിലിട്ട് വെക്കുന്നവൻ, അവനുമാരാ? ശപിക്കപ്പെട്ടവൻ. ദൈവം വാള് തന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യുമ്പോൾ രക്തം ചൊരിയും. കറക്ഷൻ വരേണ്ട അടുത്ത് കറക്ഷൻ വരണം ദൈവമക്കളെ, എന്നാലേ പരിശുദ്ധ ദൈവം നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. കറക്ഷൻ വരണം, സാത്താനെ വെട്ടണം. ഇതെല്ലാം ശുശ്രൂഷയിലുള്ളതാണ്. മനുഷ്യൻ കൂടാണല്ലോ പലപ്പോഴും സാത്താൻ പ്രവർത്തിക്കുന്നത്. അതിന് ലോക മനുഷ്യരാണെങ്കിലും അതിന് ദുരുപദേശം പ്രസംഗിക്കുന്നവരാണെങ്കിലും ദൈവമക്കളെ, അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവത്തിൻ്റെ വചനം എന്ന വാൾ എടുത്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുവാൻ ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേല ഉദാസീനതയോട് ചെയ്യാതിരിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളാം. സങ്കീർത്തനം 141 വാക്യം, Psalms 144:1. അവിടും യുദ്ധത്തിനു വേണ്ടി ട്രെയിൻ ചെയ്ത് എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. എന്റെ പാറയാവുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. വലിയവനായ ദൈവം, ബ്ലെസ്ഡ് ബി ദ ലോർഡ് ഓഫ് ഗോഡ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. വലിയവനായ ദൈവം, ലെറ്റ് ഹിസ് നെയിം ബി ബ്ലെസ്ഡ്. ആ ദൈവം, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരണം എന്തുവാ അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? എൻ്റെ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അഭ്യാസികൾക്ക് മനസ്സിലാവും ഇതെന്തുവാ പറയുന്നത്. എല്ലാ അഭ്യാസത്തിനും ഒരു നല്ല ടഫ് ട്രെയിനറുണ്ട്. ആ ട്രെയിനർ നമ്മൾ എങ്ങനെ അഭ്യസിക്കുമോ അത് ചെറിയ പ്രായത്തിൽ, ഇപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന ഇവിടെ അറിയാം. നമ്മൾ ചെറിയ പ്രായത്തിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം കാണാം, നമുക്ക് അറിയാവുന്ന സ്റ്റീഫൻ ദേവസിയ തൊട്ട് അല്ലെ ആരെയൊക്കെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് അവരവരുടെ കൊച്ചു പ്രായം തൊട്ട് വിരലുകൾ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ പ്രായത്തിലും എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ വിരലുകൾ ഓടുന്നു. സ്തോത്രം. അത് ഏത് അഭ്യാസത്തിലാണെങ്കിലും ഏതൊരു അല്ലാതെ ഒരാൾ പ്രായമുള്ള സമയത്ത് ഏത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ ശ്രമിച്ചാലും, തബലയാണേലും ഏത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ ടക്ക് 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 എന്നൊക്കെ വരത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ വരത്തില്ല. അത് നമ്മുടെ വിരലുകൾ എന്ത് ചെയ്യണം? അഭ്യാസം പ്രാപിക്കണം. പ്രായമുള്ള സമയത്തൊക്കെ ആൾക്കാരൊക്കെ ഓരോ ജോലി, ഹാൻഡിമാൻ പോലുള്ള അല്ലെങ്കിൽ ഓരോ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ ആൾക്കാരെ കിട്ടാതെ വരും. എന്നാൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് തെങ്ങേ കയറാൻ ശ്രമിക്കുന്നവരുണ്ട്, താഴെ വീണ് നടുവ് കൊടുക്കും. എത്ര പേരെ നമുക്കറിയാം. ഞാൻ എന്നാൽ ഇപ്പം ഞാൻ അടിക്കും, അവരോട് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് ചുറ്റിക എടുത്ത് ഒരാടി പോലും അടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ. ചിലപ്പം വിഷമം തോന്നും, പക്ഷേ നമുക്ക് ഒന്നും പറയാൻ പാടില്ലല്ലോ, കളിയാക്കാൻ, അല്ലെങ്കിൽ അത് കളിയാക്കുന്ന പോലെ ആയി പോകത്തില്ലേ, അവർക്കൊരു വേദനയായി പോകത്തില്ലേ നമ്മൾ മിണ്ടായിരിക്കും. ചിലരൊക്കെ ചില പണികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ വിരലുകൾ അതിന് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണമല്ല, അവർ നല്ല പ്രായത്തിൽ അത് അഭ്യസിച്ചില്ല. അതിന് കുക്കിംഗ് ആണെങ്കിലും, അതിന് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണെങ്കിലും, അതിന് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എത്രത്തോളം കൂടുതൽ നമ്മളെ തന്നെ നമ്മുടെ തൊണ്ട പോലും നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിൻ യുവർ ത്രോട്ട് എന്നല്ലേ പറയുന്നത്. ഇവിടെ യുദ്ധമായി ഇവിടെ വിഷയം, ബാറ്റിൽ.
എൻ്റെ കൈകളെ എൻ്റെ വിരലുകളെ പോലും അഭ്യസിക്കുന്ന ഓരോ ആർമറി, അമ്പുമ്പില്ലാണെങ്കിലും വാളാണെങ്കിലും ഏതാണെങ്കിലും സാത്താനോട് ജയിക്കണമെങ്കിൽ ഒരു അഭ്യാസിയായി തീർന്നാലേ പറ്റൂ. അഭ്യസിക്കണമെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തുമാറാകട്ടെ. ആ ദൈവമാണ് എൻ്റെ കൈകളെയും എൻ്റെ വിരലുകളെയും യുദ്ധത്തിനായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. നമ്മളെ ടഫായിട്ട് ട്രെയിൻ ചെയ്യുന്നത് ആരാ? ദൈവമാ. നമ്മളിതുവരെ നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ലോർഡ്, ബിക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ കൈകളെയും എൻ്റെ ഹു ട്രെയിൻസ് മൈ ഹാൻഡ്സ് ഫോർ വാർ ആൻഡ് മൈ ഫിംഗേഴ്സ് ഫോർ ബാറ്റിൽ. ആ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ എത്ര 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 നമ്മളെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തരുന്ന ട്രെയിനിങ് അതെൻ്റെ കൈക്കാണെങ്കിലും എൻ്റെ വിരലിനാണെങ്കിലും അത് എന്തിനാ ദൈവം തരുന്ന ട്രെയിനിങ്? സാത്താനോട് യുദ്ധം ചെയ്യും. പഴയ നിയമത്തിൽ അതുകൊണ്ടാണ് പഴയ നിയമം പലപ്പോഴും പ്രമാണമായിട്ട് എടുക്കുമ്പോഴുള്ള പ്രോബ്ലം. പഴയ നിയമത്തിൽ അക്ഷരീകമായിട്ട് വാളെടുത്ത് വെട്ടുക. അമാലേക്കനൊക്കെ വെട്ടിക്കൊന്ന് അവരുടെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വരികയൊക്കെയാണ് പഴയ നിയമത്തിലെ പ്രമാണം. പുതിയ നിയമത്തിലെ പ്രമാണമോ നമുക്ക് ജഡരക്തങ്ങളോടല്ല നമുക്ക് യുദ്ധം. അതുകൊണ്ട് നമ്മുടെ ട്രെയിനിങ് മുഴുവനും സാത്താനോടുള്ള യുദ്ധം. സാത്താൻ എരിവോടുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഡബിൾ ശക്തിയോടുകൂടി എന്ത് ചെയ്യണം? സാത്താനെ ലജ്ജിപ്പിച്ച് കാണണം. അവൻ മാനസികമായിട്ട് ക്ഷീണിക്കുവാൻ വരുമ്പോൾ ദൈവത്തിൽ നേരിട്ട് ശക്തി പ്രാപിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ വിഷയത്തിൽ കറക്ഷൻ പ്രാപിച്ച് എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിച്ച് ശക്തിയോടുകൂടി നിന്നോണം. സാത്താൻ ലജ്ജിച്ചു പോകും. പിന്നെ നോക്കിയിരിക്കും എവിടെയെങ്കിലും ഒരു ബലഹീനത ഉണ്ടോയെന്ന്. അതുകൊണ്ട് യുദ്ധത്തിനായി ട്രെയിൻ. കർത്താവിന് ഒരൊറ്റ കാര്യം, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ എനിക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. തിമോത്തിയോസേ, കർത്താവിന് വേണ്ടി ഒരു നല്ല പടയാളിയായിട്ട് കഷ്ടം സഹിക്കുക. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഈ പടയാളിയെ പലപ്പോഴും കാഴ്ചപ്പാടിന് മാറ്റുന്ന ഒരു കാര്യമാണ് ജീവനകാര്യം, ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ട്രെയിൻ ചെയ്ത ട്രെയിനർ ആരാ? ദൈവമാണ്. പഴയ നിയമത്തിൽ എഴുതിയേക്കുന്ന യഹോവയായ ദൈവമാണ്. പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ടീച്ചർ. എല്ലാം ഒന്ന് തന്നെയാണല്ലോ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ, ത്രിയേക ദൈവം ഒന്ന് തന്നെ ആയതുകൊണ്ട് സ്തോത്രം, നമുക്കതൊന്നുകൂടി മനസ്സിലാവും. അപ്പോൾ യഹോവയായ ദൈവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു യുദ്ധത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യുമ്പോൾ ഈ പടയാളിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാൻ പറയുക, നീ നിൻ്റെ ജീവനകാര്യത്തിൽ ഇടപെട്ട് കാഴ്ചപ്പാട് മാറ്റിക്കളയല്ലേ. ശരി, കുടുംബമുണ്ട്. കുടുംബത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഭർത്താവ്, ഭാര്യ, മക്കളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ജോലിയുണ്ട്. പാസ്റ്ററിൽ അങ്ങനെ പറയാം, പാസ്റ്റർ രാവിലെ വെള്ള ഷർട്ട് ഇട്ടിട്ട് ട്രാക്ടറൊക്കെ കൊടുത്ത് നടന്നാൽ മതി. ഞങ്ങൾക്ക് ജോലിയുണ്ട് പാസ്റ്ററെ. ഞാനും നല്ല ജോലി കളഞ്ഞിട്ടാണ് ദൈവമക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ചിലരെ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കും. നിങ്ങളെയൊക്കെ ഭാഗികമായിട്ടായിരിക്കും. നിങ്ങളിനി പൂർണ്ണ സമയത്ത് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവ് തന്ന ജോലിയും എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം ഇറങ്ങിക്കോളൂ. ഇതൊക്കെ ദൈവവും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി, ഹൗ മച്ച് യു ആർ ഫെയ്ത്ത്ഫുൾ ടു യുവർ കോളിംഗ്, അതൊക്കെ അതിന് ന്യായവിധിയുണ്ട്. ന്യായവിധി ദിവസത്തിൽ നമ്മളെല്ലാം കർത്താവ് വിളിച്ചിരിക്കുന്ന, പാസ്റ്റർമാരെ മാത്രമല്ല എല്ലാവരും വിളിച്ചിരിക്കുന്ന പടയാളിയായിട്ട്. അത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പടയാളിയായിട്ട്, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു നല്ല ഓട്ടക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിലുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു അത്ലറ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ച അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരൻ, അവന് കിട്ടാൻ പോകുന്ന ഫലം സോയിങ് സീഡ്സ്, അല്ലേ? Sowing in the morning, sowing seeds of kindness, sowing in the noontime. മലയാള പാട്ടും ഉണ്ടല്ലോ, കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, ഇല്ലേ? കറ്റകൾ ചുമന്ന് ഹല്ലേലൂയ കൊണ്ടുവന്നിടും. അപ്പം നമ്മൾ കൊയ്ത കറ്റകൾ ചുമന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന ഒരു ദിവസം ഇപ്പോഴത്തെ യുദ്ധകാലം നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വരും. അധികം കാലമില്ലാതെ എത്രയും പെട്ടെന്ന് വരും. ആ ദിവസം കുടുംബം കാര്യമല്ല, സഭയിലുള്ളവർ കാര്യമല്ല. ഞാൻ യഹോവയായ ദൈവത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ആ കണക്ക് ദൈവത്തിന് മുമ്പിൽ ആ കറ്റകൾ കൊണ്ടുവന്നിട്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു ദിവസമാണ്. ബുദ്ധിയുള്ള കന്യകമാരുടെയും എല്ലാ ഉപമകളും സ്വർഗരാജ്യത്തിനെ പറ്റി പറയുകയും നിത്യജീവിതവും നിത്യപ്രതിഫലത്തെ പറ്റി പറയുന്നതാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു ഫാം,
അത് നമുക്ക് അടുത്ത ആഴ്ച ആ 2 ഉദാഹരണവും ചിന്തിക്കാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ആ ഭാഗം എന്തുവാ? നല്ല ഒരു പടയാളിയായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക. പടയാളി ജീവന കാര്യത്തിൽ ഇടപെടുന്നില്ല. ദൈവം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, എൻ്റെ കൈയും എൻ്റെ വിരലും ഒക്കെ ട്രെയിൻ ചെയ്ത യുദ്ധത്തിനായിട്ട് എന്നെ അഭ്യസിച്ച ദൈവത്തിനായി സ്തോത്രം. ആ പടയാളി പിന്നെ ജീവിത കാര്യത്തിൽ ഇടപെടല്ല. നമുക്കൊക്കെ ദൈവം ജോലി തന്നിരിക്കുന്നതിനാണ്. ഞാനും അത്യാവശ്യം നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എന്തെങ്കിലും ഒരു വേർത്താൽ ജോലി ചെയ്താൽ അധ്വാനിച്ചാൽ അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ അത്രയേ ഉള്ളൂ. തിന്നാൻ വേണ്ടി ജീവിക്കല്ലേ, ഇല്ലേ? ജീവിക്കാൻ വേണ്ടി തിന്നാൽ മതി. ലോകം പോലും, ലോകത്തിൻ്റെ ജ്ഞാനികൾ പോലും പറയുമ്പോൾ, പക്ഷേ ഈ നാളുകൾ ദൈവമക്കളുടെ കാഴ്ചപ്പാടെല്ലാം തകർത്ത് കളഞ്ഞു. ദുരുപദേഷ്ടാക്കന്മാരായ പരിശുദ്ധാത്മാ വിട്ടുപോയ ദൈവദാസൻ പലപ്പോഴും ദൈവദാസന്മാർ കള്ളപ്രവാചനവും കള്ള ബൈബിൾ ടീച്ചിങ്സും ഒക്കെ ആയിട്ട് നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും, നിന്ദിച്ചവരുടെ മുമ്പിൽ. ദൈവമക്കൾ, ഇത് പഴയ നിയമ കാലഘട്ടം അല്ല നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കും എന്ന് പറയാൻ. എൻ്റെ യേശുവിനെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരുടെ മക്കളാണ് നിങ്ങൾ? യഹൂദന്മാരല്ല. യേശുവിനെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചോ യഹോവയായ ദൈവം? പറ. പിന്നെ എന്നെ എങ്ങനെ മാനിക്കും? എന്നിട്ട് നമ്മൾ ഇത്രത്തോളം മാനിക്കുന്നല്ലോ. അതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കും. പിതാക്കന്മാരുടെ കാലം പോലുള്ള നിന്ദിയൊന്നും നമ്മൾ അനുവദിക്കുന്നില്ല. കല്യാണത്തിന് വിളിച്ചിട്ട് ഇല ആരും വലിച്ചു കളയുന്നില്ല. ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ നിന്നെ ഇവിടെ മുടി വെട്ടത്തില്ല. ജോലിക്ക് പോകുമ്പോൾ വിശ്വാസിയെ ഇവിടെ എടുക്കത്തില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. നമ്മളെയൊക്കെ ജോലിക്ക് എടുക്കുന്നല്ലോ ആൾക്കാർ. 100 വർഷം മുമ്പ്, അല്ലെങ്കിൽ 80 വർഷം മുമ്പ്, 60 വർഷം മുമ്പ് അതൊന്നും അല്ലായിരുന്നു കേരളത്തിലെ നമ്മുടെ പിതാക്കന്മാർ, വിശ്വാസി വന്ന പിതാക്കന്മാർ അനുഭവിച്ച വില, കൊടുത്ത വില. അത് പറയാൻ പറ്റാത്ത, അവരൊക്കെ തളർന്നു പോകുന്ന ആ കാലഘട്ടത്തിലൊക്കെ എഴുതിയ പാട്ടുകളാണ്. നമ്മൾ പലപ്പോഴും ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ ഇന്നും പാടും. ചില പാട്ടുകളൊക്കെ ഒത്തിരി അവർ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെയൊക്കെ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ പാടുന്നില്ല. കാര്യം അങ്ങനത്തെ കഷ്ടതകളൊന്നും, പട്ടിണിയും അങ്ങനെയുള്ള കുടുംബക്കാർ പുറത്താക്കുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് അധികമില്ല. എല്ലാം ഇച്ചിരി നിന്നയൊക്കെ ഈ അനുഭവിക്കുന്നത്. അതുപോലും അനുഭവിക്കുമ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് യുദ്ധം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ. നമ്മളെ വിളിച്ചിരിക്കുന്നത് വാള് പോളിഷ് ചെയ്ത് അകത്തിട്ട് ഞാൻ പടയാളിയാ കേട്ടോ, ഞാൻ സുവിശേഷകനാ കേട്ടോ എന്ന് പറഞ്ഞിരിക്കുവാനല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ശരിക്കും കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പോരിടുവാനാണ്. പ്രമാണത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു പടയാളി ജീവന കാര്യത്തിനകത്ത് എന്ന് വെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ കുടുംബ വിഷയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതെ അവനെ പടയ്ക്ക് വിളിച്ചവനെ പ്രസാദിപ്പിക്കണം. ഇല്ലേ? അങ്ങനല്ല വാക്യത്തിൽ എഴുതിയേക്കുന്നത്. അവനെ എന്ത് ചെയ്യണം? പടയ്ക്ക് വിളിച്ചവനെ പ്രസാദിപ്പിക്കണം. ഈ മക്കളെ, ഒരു പടയാളിയുടെ മനസ്സ് എന്ന് പറയുന്നത് അവർക്ക് വിജയമാണ് വേണ്ടത്. ശത്രു തകരണം, അവർക്ക് ജയം കിട്ടണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അവിടെ നിന്ന് കോംപ്രമൈസ് ചെയ്യുന്ന ഈ സാത്താനോടുള്ള റിവെഞ്ച്, അതൊരു പടയാളിക്കുണ്ട്. എൻ്റെ കൂട്ടു പടയാളികളെ കൊന്ന, എൻ്റെ കൂട്ട് സഹോദരന്മാരെ ക്ഷീണിപ്പിച്ച, ഹല്ലേലൂയ, നമ്മുടെ കൂടെ സഭയിൽ നമ്മുടെ കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാരെ ക്ഷീണിപ്പിച്ച ഈ സാത്താനോട് എന്തുണ്ടാകണം? ഒരു റിവെഞ്ച്. ഈ പട്ടാളക്കാർ വരെ, ഫോഴ്സിലുള്ളവരും അല്ലെങ്കിൽ പടയാളികളും മറ്റുള്ളവരെ സിവിലിയനും സാധാരണക്കാരനൊക്കെ പടയുന്നൊരു പദം നമുക്കറിയാം. ഈ സാധാരണക്കാരനും സിവിലിയനുള്ളൊരു കുഴപ്പം എന്താ? എങ്ങനെയെങ്കിലും രാവിലെ പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് രാവിലെ പോയി എങ്ങനെയൊക്കെ കഴിച്ച് ജോലി കയറി 5 മണി വരെയായി, 6 മണിയാകുമ്പോൾ ഓഫീസ് അടച്ച് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം, പിന്നെ എൻ്റെ കുടുംബകാര്യം നോക്കണം. ഒരു പട്ടാളക്കാരൻ്റെ ട്രെയിനിങ് അങ്ങനെ അല്ലതേ മക്കളെ. ഹാലൽ തിമോത്തിയോസേ, വിശ്വസ്ത ഹാലലിയ മനുഷ്യരോട് നീ ആലോചന പരമേൽപ്പിക്കണം. അവരോട് പറയണം മറ്റുള്ളവരെയും ഇത് പഠിപ്പിക്കുവാൻ. സ്തോത്രം, ഹാലലിയ. ക്യാൻ ട്രസ്റ്റ് ദിസ് ടു ഫെയ്ത്ത്ഫുൾ മെൻ. അവിടെ എല്ലാം നമ്മൾ കാണുന്നു ഒരു പടയാളി ജീവന കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പോൾ എത്രത്തോളം ഡെഡിക്കേഷൻ നമുക്ക് വേണം, എത്രത്തോളം ജയം. ഹാലലിയ. പടയ്ക്ക് വിളിച്ചവനെ മാത്രം പ്രസാദിപ്പിക്കണം. അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരും അങ്ങ് പ്രസാദിപ്പിക്കാൻ തോന്നും. എനിക്ക് കർത്താവിനെയും പ്രസാദിപ്പിക്കണം, എനിക്ക് ആൾക്കാരെയൊക്കെ പ്രസാദിപ്പിക്കണം. ഒരു വാക്യം അതിനോട് ചേർന്നൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:15. 1 John chapter 2 verse 15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ലോകത്തെയും ലോകത്തിലുള്ളവനെയും സ്നേഹിക്കല്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അവന് ഇല്ല. മക്കളെ, ലോകത്തെ സ്നേഹിക്കല്ല,
ലോകത്തിലുള്ളതിനെ സ്നേഹിക്കില്ല. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് വചനം കേട്ടങ്ങനെ മുമ്പോട്ട് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. കാര്യം ന്യായവിധി ദിവസത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കും. ചിലർ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വരണ്ടായിരുന്നു ഇല്ലേ? സ്വതപ്പം ഇത് കേൾക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെ പോയാലും കർത്താവ് നിന്നോട് വ്യക്തമായിട്ട് സംസാരിക്കും. എന്നിട്ട് ന്യായവിധി ദിവസത്തിൽ നിന്നോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒരു മനുഷ്യരും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ന്യായവിധിയെപ്പറ്റി വ്യക്തമായിട്ട് പ്രസംഗിക്കുന്ന ശക്തരായ ദൈവദാസന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവ് ഓർപ്പിക്കുന്നു, ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കല്ല. ഒരു മനുഷ്യനെ. എനിക്ക് വീട്ടുകാരെ പ്രസാദിപ്പിക്കണം, എനിക്ക് പേരൻസിനെ പ്രസാദിക്കണം, എനിക്ക് മക്കളെ പ്രസാദിപ്പിക്കണം, ഭാര്യയെ പ്രസാദിപ്പിക്കണം, ഭർത്താവിനെ പ്രസാദിപ്പിക്കണം. പൗലോസ് ഒറ്റയ്ക്കായതുകൊണ്ട് പൗലോസ് അല്പം ചിന്ത ഇട്ടുകൊണ്ട് പൗലോസ് ഭാര്യയുള്ളവൻ എന്ത് ചെയ്യും? ഭാര്യയെ പ്രസാദിപ്പിക്കും. ഭാര്യയില്ലാത്തവൻ കർത്താവിനെ പ്രസാദിക്കും. കാര്യം താൻ ഒറ്റയ്ക്കായതുകൊണ്ട് തനിക്ക് എത്ര നല്ലതാണ് കുറച്ചുകൂടെ ഐ എം ഫ്രീ ടു പ്ലീസ് ദ ലോർഡ്. നമ്മളൊക്കെ കുടുംബസ്ഥരായതുകൊണ്ട് അത്രയും ഫ്രീ അല്ല കർത്താവിനെ പ്രസാദിപ്പിക്കാൻ. എങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഒരു മനുഷ്യനെ എന്ത് ചെയ്യല്ല? പ്രസാദിപ്പിക്കല്ല. നിന്നെ പടയ്ക്ക് വിളിച്ചവനെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. അതുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ഡു നോട്ട് പ്ലീസ്. നീ ലോകത്തെയോ ലോകത്തിലുള്ള എന്തെങ്കിലും നീ പ്രസാദിപ്പിച്ചാൽ, അതിനെ സ്നേഹിച്ചാൽ, പിതാവിൻ്റെ സ്നേഹം നിന്നിൽ ഇല്ല. ക്ലിയറായോ? ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം. ക്ലിയറായിട്ടങ്ങ് പറയാം. യോഹന്നാനും പത്രോസും ഒക്കെ അങ്ങനെയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ ക്ലിയറായിട്ട് എഴുതിയിരിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നീ ലോകത്തെയോ ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചാൽ. നമ്മളറിയാതെ മനുഷ്യരല്ലേ, ഓരോ വിഷയങ്ങൾ കയറി വരും, എന്നിൽ വരും. ഞാനും മനുഷ്യനാണ്, പുണ്യാളനൊന്നും അല്ല, ദൂതനൊന്നും അല്ല, മനുഷ്യനാണ്. അപ്പം ലോകത്തിലെ പല വിഷയങ്ങൾ എന്നിൽ വരും. ലോകത്തിലെ പല മനുഷ്യരെ എനിക്ക് ദൈവത്തെയും പ്രസാദിപ്പിക്കണം, ലോകവും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, റിലേറ്റീവ്സും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ലോകം ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ എല്ലാവരും എന്നെ സലാം ചെയ്യണം. ദൈവത്തെയും പ്രസാദിപ്പിക്കണം. നടക്കത്തില്ല. യു കെ നോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ്. ലോകത്തിൽ അടി ഉണ്ടാക്കണം എന്നല്ല എൻ്റെ അർത്ഥം, അയൽവക്കക്കാരെ സ്നേഹിക്കേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. അവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ തന്നെ, പ്രമാണത്തിൽ നിൽക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നമ്മൾ കൂടുതൽ നമ്മുടെ കോളിംഗ് അനുസരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോകം നമ്മളോട് എതിർക്കും. ലോകം നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ നിൻ്റെ വിളിയിൽ നിന്ന് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. യേശുവിന് അങ്ങനെ ആയിരുന്നു, അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ പ്രസാദിപ്പിക്കേണ്ട, കർത്താവിനെ പ്രസാദിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ശത്രുവിനോട് ഞാൻ പടയാളി എന്നുള്ള ഒറ്റ ഉദാഹരണത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ശത്രുവിനോടുള്ള ഒരു പോര്. നിന്നെ പടയ്ക്ക് വിളിച്ചവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദ കംപ്ലീറ്റ് ആമർ ഓഫ് ഗോഡ്, നീ എന്തൊക്കെ ധരിക്കണം, ശിരസ്ത്രം, കൈ, വാള്, അതെല്ലാം എഴുതിയിരിക്കുമ്പോൾ തന്നെ സാധാരണ ദൈവദാസന്മാർ പ്രസംഗിക്കാത്തൊരു ഭാഗമാണ്. കഴിഞ്ഞ നാളുകൾ ഹല്ലേലൂയ കർത്താവ് വെളിപ്പെടുത്തിയതാണ്. യെശയ്യാ പ്രവചന പുസ്തകം 59:17 വായിക്കുമ്പോൾ, ഐസയ്യാ ചാപ്റ്റർ 59:17, അവിടെ യെശയ്യാ പ്രവചനം. ഇവിടെ സാധാരണ ദൈവദാസന്മാർ എപ്പോഴും പ്രസംഗിക്കുന്ന കംപ്ലീറ്റ് ആമർ നമുക്കറിയാം, നമുക്ക് സ്ഥിരം കേൾക്കുന്നതാണ്. എഫെസ്യർ 6 എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതാത്ത 2 വസ്ത്രം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് 59:17. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത് തീഷ്ണത ഒരു വേരങ്കി പോലെ പുതച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് തീഷ്ണത, പിന്നെ അടുത്തത് പ്രതികാര വസ്ത്രം. എഫേസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ കാണാത്ത 2 മേലങ്കിയും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാണ്? റിവെഞ്ച് ആൻഡ് വെങ്കൻസ്. അതുകൊണ്ട് തീഷ്ണതയും പ്രതികാരവും. ഈ തീഷ്ണത കർത്താവിന് വേണ്ടി, പ്രതികാരം ആരോടാ? ഇന്ന് പലപ്പോഴും സഭകൾ തമ്മിൽ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ പോരും പ്രതികാരവും, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഫൈറ്റ്. ഒരു പ്രസ്ഥാനത്തിൽ തന്നെ കമ്മിറ്റി മെമ്പേഴ്സ് തമ്മിൽ അടിയും, ഒരു സഭയിൽ തന്നെ ഗ്രൂപ്പിസവും ഒക്കെ നമ്മളിവിടെ കാണുമ്പോൾ, നമ്മൾ ഈ കഴിഞ്ഞ നാളുകൾ തന്നെ ചില വിഷയത്തിനൊക്കെ തീരുമാനമെടുത്തത് തന്നെ കാരണം എന്നാ? നമ്മൾ ഒരു ഗ്രൂപ്പേ ഇവിടെ ഉള്ളൂ, ഒരു ഗ്രൂപ്പിസവും വേറെ ഇല്ല. ഒരു കാഴ്ചപ്പാട് നമ്മൾ അവസാനം വരെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ഐക്യപ്പെട്ടാൽ മാത്രമേ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വരത്തുള്ളൂ. സാത്താനോടുള്ളൊരു പ്രതികാരം. ദൈവമക്കളെ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആത്മീയരാകുന്നു, എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ അളവ്, ആ ഫില്ലിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു മീറ്ററാണ് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനവും. സാത്താനോടുള്ളൊരു പ്രതികാരം അതിലുണ്ടോ?
ഇല്ലെങ്കിൽ എക്സാമിൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശോധന ചെയ്തു. നിങ്ങൾ വളരെ ലോകത്തിൻ്റെ വിഷയത്തിൽ മയങ്ങിക്കിടക്കുക. നിങ്ങൾ ദൈവസന്ധിയിൽ എടുത്തിരിക്കുന്ന ഉടമ്പടിയിലൊക്കെ യു ഹാവ് ബീൻ കോംപ്രമൈസ്ഡ്. പക്ക, അതിന് ഒരു സംശയവുമില്ല. നിങ്ങൾ ആത്മാവിൽ എരിവോടുകൂടി നിൽക്കുന്നെങ്കിൽ ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് കർത്താവിന് വില കൊടുക്കുമ്പോൾ എഴുതിയതുപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, തിമോത്തിയോസേ, നീ ഇത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വിശ്വസ്ത മനുഷ്യരെ നീ എന്ത് ചെയ്യണം? പരമില്ല. ഇന്ന് പകൽക്കാലം നമ്മളോട് വിശ്വസ്തരെ നെണ്ണി കർത്താവ് പറയുക, സാത്താനോടുള്ള ഒരു പ്രതികാരം, റിവെഞ്ച്, വെങ്കൻസ്, സാത്താനോടുള്ള ഒരു പ്രതികാരം നിന്നിൽ വർദ്ധിക്കുവാണെങ്കിൽ മാത്രമേ നിനക്ക് ഓരോ വിഷയത്തെ, സാത്താനെ നീ ഇങ്ങനെ കളിച്ചു ഇല്ലേ, എന്നാൽ നിന്നെ ഞാൻ ശരിയാക്കും. സാത്താനെ നീ എനിക്ക് നഷ്ടം ഉണ്ടാക്കിയില്ലേ, എന്നാൽ ഞാൻ നിന്നെ കാണിച്ചു തരാം. നീ ലജ്ജിച്ചു പോകും. നീ എൻ്റെ വഴി അടയ്ക്കാൻ നോക്കിയാൽ ദൈവം എനിക്ക് വേണ്ടി തുറക്കുന്നതും പ്രവർത്തിക്കുന്നതും നീ കാണും. നീ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ നീ ബോംബ് പൊട്ടിക്കുവാൻ, പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ നീ പിന്നെ മേലിൽ ആ വിഷയത്തിനകത്ത് ഇടപെടാത്ത രീതിയിൽ ഞാൻ ആ വാതിൽ എന്ത് ചെയ്യും? അങ്ങ് എന്നേക്കുമായിട്ട് അങ്ങ് അടയ്ക്കും. ആ സന്തോഷം എനിക്ക് ലോകത്തിൽ വേണ്ട. പിന്നെ സാത്താൻ എവിടെ കളിക്കും? അങ്ങനെ തീരുമാനമെടുക്കുവാൻ പറ്റുന്ന ഭക്തന്മാരും പിതാക്കന്മാരും ഉണ്ടായിരുന്ന ഒരു കേരളക്കരയിലാണ് നമ്മളായിരിക്കുന്നത്. കേരളം അതുകൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് പിന്നെയും പച്ചിച്ച് നിൽക്കുന്നത്, മരുഭൂമിയാകാതെ പച്ചിച്ച് നിൽക്കുന്ന അങ്ങനെയുള്ള പിതാക്കന്മാരുടെ ഒരു തലമുറ ഇവിടെ ഉണ്ട്. തലമുറ കർത്താവിന് വേണ്ടി അങ്ങ് നിൽക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഹാവ് എ സോൾജേഴ്സ് മൈൻഡ്, ഒരു പടയാളിയുടെ മനസ്സാകുവാൻ. അടുത്ത ആഴ്ച നമുക്ക് താഴോട്ട് നമുക്ക് വായിക്കാം. നിങ്ങൾ പിന്നീട് വീട്ടിൽ ചെന്ന് വായിച്ചാൽ യെരമ്യാ പ്രവചനം 46-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, പടയാളികൾ അവർക്കിടേണ്ട മേലങ്കിയും വസ്ത്രവും ആ പടയ്ക്ക് ആവശ്യമായ ആർമർ എന്ന് എഴുതിയിരിക്കുന്നത്. when they started wearing their armor I already saw them fleeing എന്ന് എഴുതിയിരിക്കുന്നത്. ശത്രു ഭ്രമിച്ചു പോയി, ശത്രു ഭയന്നു പോയി. ഇസ്രയേൽ പടയ്ക്കായിട്ട് ഒരുങ്ങിയപ്പോൾ, ഇസ്രയേൽ അവരുടെ വാളുകൾ മൂർച്ചയാക്കിയപ്പോൾ, യെരമ്യാ 46-ാം അധ്യായത്തിലെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ചു, ദൈവമക്കൾ അവരുടെ ആർമർ അവർ യുദ്ധത്തിനായിട്ട് ധരിച്ച് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി അവർ കുതിരയുടെ മേൽ കയറിയതേ ഉള്ളൂ. അവർ വെട്ടിയില്ല, അവർ പോയില്ല. പുറപ്പെടാൻ അവർ ഒരുങ്ങിയപ്പോൾ തന്നെ ശത്രു എന്ത് ചെയ്തു? ശത്രു ഓടാൻ തുടങ്ങി, ശത്രു പിന്മാറാൻ തുടങ്ങി, ശത്രു പിന്തിരിയാൻ തുടങ്ങി. ദൈവമക്കളെ, അഭിഷേകമുള്ളവനുള്ളതാണ് യുദ്ധം. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ പടയ്ക്ക് വിളിച്ചവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അഭിഷേകമുള്ളവരോടാണ് ഇന്ന് പകൽക്കാലം പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിൻ്റെ അളവൊന്ന് വർദ്ധിച്ചു വരട്ടെ. സാത്താനോടൊരു പ്രതികാരം നമ്മുടെ പ്രാർത്ഥനയിൽ ചിലത് തരണേ 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 എന്ന് പറയാം. നീ സാത്താനോടുള്ള യുദ്ധം കറക്റ്റായിട്ട് ചെയ്യും, നിനക്ക് തരാനുള്ളത് ദൈവം തരും. അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. ദൈവം അത് നന്നായിട്ട് ചെയ്യും. കർത്താവ് ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് നമ്മളെ ലജ്ജിപ്പിച്ച് കളയുവാനോ, നമ്മളെ നാണം കെടുത്താനോ, നമ്മളെ കടത്തിലാക്കാനോ, നമ്മളെ പ്രശ്നത്തിലാക്കാനോ, നമ്മളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ടോർച്ചർ ചെയ്യുവാനോ ഒന്നും അല്ല കർത്താവ് ഇരിക്കുന്നത്. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തന്നെ സ്നേഹമുള്ളൊരു പിതാവാണ്. പക്ഷേ ദൈവം ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച യുദ്ധം നീ കറക്റ്റായിട്ട് ചെയ്യും. അനേകരെ എൻകറേജ് ചെയ്യുവാൻ, ബന്ധനത്തിലായിരിക്കുന്ന അനേകരുടെ പിശാചിനോട് നീ പേഴ്സണലി യുദ്ധം ചെയ്ത് പ്രാർത്ഥനയിലും ആത്മാവിലും പോരാടി അവരെ നിന്ന് പിടിപ്പിക്കുവാൻ. അടുത്ത വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, പഞ്ചായത്തിന് പോരിടുന്ന അല്ലെങ്കിൽ ഒരു അത്ലറ്റ് പോലെ, അല്ലെങ്കിൽ നിയമപ്രകാരം പോരിടുന്ന ഒരു വ്യക്തിയായിട്ട്. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു കർഷകനെ പോലും. ആ നല്ലപോലെ അധ്വാനിക്കുന്ന കർഷകന് അവൻ്റെ ഫലം കിട്ടും നിശ്ചയം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പോര് നല്ലപോലെ പോരിടുക. കഷ്ടങ്ങളൊക്കെ വന്നാൽ കുഴപ്പമില്ല. ലോർഡ് ഈസ് ട്രെയിനിങ് us. അല്ല, എൻ്റെ കൈയും എൻ്റെ വിരലും ഒക്കെ യുദ്ധത്തിന് അഭ്യസിക്കുന്ന കർത്താവിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയിൽ ഈ വാക്കുകളൊക്കെ വരാറുണ്ട്. ഇന്ന് അങ്ങനെയൊക്കെ ദൈവമക്കൾ സാക്ഷ്യത്തിലും പ്രാർത്ഥനയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് ഇരിക്കുക. പക്ഷേ ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവം തരുന്ന നല്ല വെളിപ്പാടുകൾ പ്രാർത്ഥനയിൽ അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബലമേറ്റെടുക്കുന്ന ദൈവമക്കളുണ്ട്. ആത്മാവിൽ നമ്മളെ നടത്തട്ടെ. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. ഈ പട്ടണത്തിൽ കർത്താവ് കണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അനേകർ ഡിസ്കറേജ്ഡായി തീരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി പറഞ്ഞു, എൻ്റെ സന്തോഷം പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? പ്രമാണത്തിൽ നമുക്കവരെ ആക്കാനല്ലേ പറ്റത്തുള്ളൂ. അവരുടെ സന്തോഷം പോകണമെങ്കിൽ അത് അവർ തന്നെയാണ് കാരണം. സന്തോഷം കർത്താവ് ആരുടെ എടുത്ത് കളയത്തില്ല. സഭയും ദൈവദാസനൊന്നും ആരുടെ സന്തോഷം, ഒരാളുടെ സന്തോഷം പോകാൻ there is a reason behind it.
അതുകൊണ്ട് നമ്മുടെയൊക്കെ സന്തോഷം പോകും, നമ്മൾ ആത്മീയമായിട്ട് ക്ഷീണിച്ച് പോകും. ദർ ഈസ് ഷുവർലി എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഈ ദിവസങ്ങൾ കർത്താവ് പറഞ്ഞ പോലെ ആ ഉള്ളിലുള്ള റീസൺ കർത്താവ് അത് വെളിച്ചത്ത് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ കർത്താവിലുള്ള സന്തോഷമാണല്ലോ നമ്മുടെ ബലം. കർത്താവ് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ സന്തോഷത്താൽ നിറയ്ക്കട്ടെ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ.